Chama os outros. Estamos aqui na chamar os outros. Yeah, então este é o lugar que é a madrasa, onde as crianças aprendem. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ആഫ്രിക്കയിലുള്ള മൊസംബിക് എന്ന രാജ്യത്താണ്. ആ രാജ്യത്തിലെ ഷിമോ എന്ന സ്റ്റേറ്റിൽ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വന്നതാണ്. ആ ഗ്രാമത്തിൽ ഒരുപാട് മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്നു. അവർക്കൊരു മദർസ, അവർക്കുള്ള മദർസയിൽ കാണുന്നത് നിങ്ങൾ മദർസയാണ്. മദർസയുടെ കോലാണ് ഇത്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ ഉസ്താദാണ് കേട്ടോ. ഈ മദർസയിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദാണിത്. പഠിച്ചത് Zamdin Mahmoud Bai. നിസാമുദ്ദീൻ. Bai Zamdin Mahmoud Bai. Como está? Alhamdulillah. ഇപ്പം മദർസിൻ്റെ ഉൾഭാഗം കാണിച്ചു കേട്ടോ. എന്ന് പറഞ്ഞു ഇതാണ് മണ്ണിട്ട ഒരു സ്ഥലമായിട്ടാണ്. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ മദർസ നമുക്ക് സ്വപ്നമാണ് പറ്റും. ഇതാണ് അവിടുത്തെ മദർസ. ഉസ്താദ് ഇരിക്കുന്ന സ്ഥലം മദർസ. ഇതാണ് കുട്ടികൾക്ക് ഇരിക്കാവുന്ന ബെഞ്ചുകൾ, ഒരു ചോർന്നൊലിക്കുന്ന, ഇപ്പം മഴ ചെയ്തുകൊണ്ടിരിക്കുന്ന ചോർന്നൊലിക്കുന്ന ഒരു ഷീറ്റിട്ട ഒരു ഇത്. കുട്ടികൾ വരും, കുറച്ച് കുട്ടികളെ വരുന്നുള്ളൂ. കാരണം ഇവർക്ക് സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെ കുറച്ച് വരുന്നു. മദർസയുടെ ഒരു രൂപമാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ മദർസ ഉണ്ടെന്ന്. ആ പോർച്ചുഗീസ് ലാംഗ്വേജാണ് എഴുതിയിരിക്കുന്നതൊക്കെ. പോർച്ചുഗീസ് ലാംഗ്വേജിൽ ഇവർ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ അടുത്തുള്ള ഒരു പാകിസ്ഥാനി ഉസ്താദ് വന്നിട്ട് ഇവർക്ക് അറബിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ഇവർക്കൊരു സഹായം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നാളെ നമ്മുടെ ഒരു ഇഫ്താർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഗ്രാമത്തിൽ. ഇവിടുത്തെ കുറേ കുട്ടികൾ, കുറേ ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ഇഫ്താർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ സ്ഥലം അന്വേഷിച്ച് വന്നപ്പോൾ കണ്ടൊരു വലിയ പ്രയാസകരമായ ഒരു കാഴ്ചയാണ്. ഇവർക്ക് മദർസ ആവശ്യമുണ്ട്. അവർക്ക് മദർസ കുട്ടികളുണ്ട്, ഉസ്താദ് പഠിപ്പിക്കാൻ ഉസ്താദുണ്ട്. പിന്നെ നമ്മളെപ്പോലുള്ള ആളുകൾ ഒരു വന്ന് ക്ലാസ് എടുക്കാൻ, നമ്മൾ അറബി പഠിപ്പിച്ച് ഖുർആൻ പഠിപ്പിക്കാൻ നമ്മളൊക്കെ തയ്യാറാണ്. പക്ഷേ ഇവർക്ക് ഇരുന്ന് പഠിക്കാനുള്ള വലിയൊരു സാഹചര്യങ്ങൾ ഇല്ല. ഈ മദർസൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് സ്വപ്നം കാണാൻ പറ്റും. അല്ലാത്ത അവസ്ഥയാണല്ലേ. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കിട്ടിയ ഒരു അവസരവും കിട്ടിയ സ്ഥലവും എല്ലാം ഉപയോഗപ്പെടുത്തി അവർ കുട്ടികളെ മദർസയും ഖുർആനും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാനെന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ സ്വർഗത്തിലാന്ന് പറയാം. നമുക്കൊക്കെ ലഭിക്കുന്ന വിദ്യാഭ്യാസം, നമുക്ക് ലഭിക്കുന്ന മദർസ സംവിധാനങ്ങളൊക്കെ എത്ര വലുതാണ്. ഇതൊക്കെ നമ്മളെ കുട്ടികളെ കാണിച്ചു കൊടുക്കണം. ഇത്ര പോലും പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ലാതെ. പിന്നെ കുറച്ച് കുട്ടികൾ മദർസ കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്നത് ഇവിടെ തന്നെയാണ്. സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ നിന്ന് 5-6 കിലോമീറ്ററുകൾ എടുത്ത് വേണം സ്കൂളിലേക്ക് എത്തണമെങ്കിൽ. പക്ഷേ സ്കൂളിലേക്ക് പോകാനുള്ള സാമ്പത്തിക സ്ഥിതി ഇവർക്കില്ല. അതുകൊണ്ട് ഒരു ഉസ്താദ് ഇരിക്കുന്ന കസേരയുടെ ഒക്കെ അവസ്ഥയാണ്. ചെയറാണ് ഉസ്താദ് ഇരിക്കുന്നത്. പിന്നെ ബോർഡുകൾ ഒക്കെ വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയാണ്. ഏതായാലും നിങ്ങളെക്കൊണ്ട് വല്ല സഹായം ഈ മദർസ പണിയുന്നതിലേക്ക് ലഭിച്ചാൽ അവർക്കൊരു ചെറിയ മദർസ നമുക്ക് പണിത് കൊടുക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. E como é que se sente estar a dar aulas naquele sítio, nesse lugar assim? Como falta de condições, me sinto bem. Nós vivemos na base das condições que temos, né? Sim, então, como não tenho essas condições para a He's saying that is trying to he is a teacher local, yes. Okay, but he is trying to teach like that because he doesn't have conditions how to, but he have main things to do, but no way out how to do it, so no possibility to help the children, the poor people here in field. Agora, quantas crianças costumam dar aulas aqui? Aqui crianças, como agora começamos agora, estavam ainda de férias. Sim. Aqui tem volta de 12. Okay. Só que de momento acabo de colaborar com Maulana da Mesquita, Maulana aqui na Mesquita Bilal. Okay. Exatamente. Então a gente faz uma colaboração. Assim, com ele já são quantos? 30? Lá, já chega mais de 18. Mais de 30. Mais de 30, okay. Sim. They are now Tate. Até esses que eu chamei já estavam aí. Tate. Yes, Tate. More than Tate people. okay. Okay. E quando aparecer uma ajuda, será bem-vinda para vocês. Qualquer ajuda em qualquer momento está bem-vindo, porque primeiro melhora o coisa das crianças. Quando os lugares estiverem em condições
desagradável, também o aproveitamento das crianças e também a aproximação das crianças é mais vasto. O que nós queremos é de integrar mais crianças para podermos ter. What they want is to Tem integrate muitas crianças que more estão- people, more kids. Sim, podemos. Ok. E com essa coisa também que ele vai fazer, vai te ajudar muito a apanhar muitas Sizce crianças. nesse- outro placer. Tá bom. Aqui é Thank you. This is entrance.